ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കുറുമയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. സവാള നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകുമാണ് വേണ്ടത്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ആവശ്യമായ പച്ചമുളക് നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വഴണ്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമുക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് നമുക്ക് ചേർക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് 2 ടീസ്പൂണാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. അത് ഞാനൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചപ്പണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും നമുക്ക് വേണം. അതുപോലെ കശുവണ്ടിയും വേണം. അപ്പോൾ കശുവണ്ടി പരിപ്പ് നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇട്ട് തന്നെ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാലാണ് ആദ്യം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലാണ്. നമുക്ക് ആ ഒന്നാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ നല്ല തിളച്ച് കുറുവി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.